സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ തുടർച്ചയായ 5-ാം ജയം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടാണ് എതിരാളികൾ. 5-ൽ 5 ജയിച്ച് ആത്മവിശ്വാസമേറ്റി ക്വാർട്ടർ ഫൈനലിലൊരുങ്ങുകയാണ് കേരളത്തിന്റെ ലക്ഷ്യം. ആദ്യ 4 കളിയും ജയിച്ച കേരളം നേരത്തെ ക്വാർട്ടറിലെത്തിയിരുന്നു. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരാണ് കേരളത്തിന്റെ എതിരാളികൾ. ക്വാർട്ടർ ഉറപ്പിച്ചതിനാൽ പ്രതിരോധത്തിന് ഊന്നൽ നൽകി മുൻനിര താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചാകും ടീമിനെ ഒരുക്കുകയെന്ന് കോച്ച് ബിബി തോമസ് പറഞ്ഞു. കേരളമടങ്ങുന്ന ബി ഗ്രൂപ്പിൽ അവസാന മത്സരം വരെ സസ്പെൻസ് നിലനിൽക്കുകയാണ്. 12 പോയിന്റുമായി കേരളവും 7 പോയിന്റുമായി മേഘാലയയും ക്വാർട്ടർ ഉറപ്പിച്ചപ്പോൾ മറ്റു ടീമുകൾ ഏതെന്ന് വ്യക്തമായിട്ടില്ല. ഒഡീഷ മേഘാലയെ തോൽപ്പിക്കുകയും ഗോവ 3 ഗോൾ വ്യത്യാസത്തിൽ ഡൽഹിയെ വീഴ്ത്തുകയും ചെയ്താൽ പോയിന്റ് പട്ടികയിൽ ഡൽഹിയെ മറികടന്ന് ഒഡീഷയും ഗോവയും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും. അതേസമയം ഗോവയ്ക്കെതിരെ ഒരു സമനില പിടിച്ചാൽ ഡൽഹിക്ക് നില ഭദ്രമാക്കാം. ഒഡീഷ സമനിലയിലാവുകയോ തോൽക്കുകയോ ചെയ്യുകയും ഗോവ ജയിക്കുകയും ചെയ്താൽ ഗോവ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും. ഗോവയും തമിഴ്നാടും തോറ്റാൽ നിലവിലെ സാഹചര്യത്തിൽ തോൽവി വഴങ്ങിയാലും ഒഡീഷ കയറും. 2 പോയിന്റ് മാത്രം കയ്യിലുള്ളൂവെങ്കിലും കേരളത്തെ തോൽപ്പിക്കുകയും മറ്റു മത്സരങ്ങളിൽ ഒഡീഷയും ഗോവയും തോൽക്കുകയും ചെയ്താൽ തമിഴ്നാടിന് ക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.